എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരുടെ മത്സരമായിരിക്കും കാണിക്കുക. മത്സരമാണെങ്കിൽ വാശിയായിട്ട് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ സ്കോർ ബോർഡ് കണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഷോക്കാവും. കാരണം ഓപ്പണിംഗ് ടീം അവർ ഓൾറെഡി 4 ഗോൾ അടിച്ചു കഴിഞ്ഞു. ആൾക്കാർക്ക് ഇപ്പോഴും 2 ഗോൾ മാത്രമേ അടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഹീറോ ആണെങ്കിൽ ചുറ്റും നോക്കും. അവരുടെ മുഖത്ത് പല പ്രതീക്ഷകളും എക്സ്പെക്ടേഷൻസും ഒക്കെയാണ് ഉള്ളത്. അതുമാത്രമല്ല ടീം എയിലെ കോർ പ്ലെയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മുടിയനും റിന്നും അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കളിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അവരാണെങ്കിൽ ആ ഗോള് അത് തന്റേതാണെന്ന് പറഞ്ഞ് പരസ്പരം തർക്കിക്കുകയാണ്. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ അതിലും വലിയ സങ്കടം. കാരണം അവൻ ഇപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ എങ്ങനെ പെർഫോം ചെയ്യണം എന്നവൻ ആലോചിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അവനൊരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. നമ്മൾ തോറ്റുപോകും എന്നൊരവസ്ഥയിലാണ് ഇപ്പൊ ഹീറോയ്ക്ക് ഇങ്ങനൊരു ബുദ്ധി വെളിച്ചം ഉണ്ടായത്. ഒരു ടീം അവരൊരേ ഒരു ഗോൾ അടിച്ചാൽ ഇതിൽ തീർച്ചയായിട്ടും ജയിക്കും. പക്ഷെ അതിന് ഞാൻ അനുവദിക്കില്ല. ഇത് ഞാൻ യൂസ് ചെയ്യും. അടുത്ത നിമിഷം കിക്ക് ഓഫ് അത് സ്റ്റാർട്ട് ചെയ്യും. ഹീറോ ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബോള് അത് എങ്ങനെ പാസ് ചെയ്യാനായിട്ട് തയ്യാറാവുമ്പോഴായിരിക്കും ഒത്തോരി അവനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുക. അവനാണെങ്കിൽ ഇപ്പൊ ബോൾ ആർക്ക് പാസ് ചെയ്യണമെന്ന് അറിയില്ല. അടുത്ത നിമിഷം അവിടേക്ക് ചാടി വീഴുകയാണ് നമ്മുടെ ഹീറോ. അവനെ കാണേണ്ട താമസം ഇപ്പൊ അവന് ആ ബോൾ പാസ് ചെയ്യും. ഇപ്പൊ അവന് ആ ബോൾ പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ തബീത്തോ അവൻ വീണ്ടും ഇപ്പൊ അവനെ ബ്ലോക്ക് ചെയ്യാണ്. ഒരു ഫ്രീ വേ നമ്മുടെ ആൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും അവനെ അവിടുന്ന് ബ്ലോക്ക് ചെയ്ത് മാറ്റിയിട്ടില്ല എങ്കിൽ ഹീറോ ഉദ്ദേശിച്ച പോലെ അവന്റെ പ്ലാൻ വർക്കാവില്ല എന്ന് ഹീറോയ്ക്ക് നന്നായിട്ട് മനസ്സിലാവും. ഉടനെ നിജിറോ ആണെങ്കിൽ മറ്റൊരു ഭാഗത്തൂടെ വന്ന് ഇസുക്കെ ഹെൽപ്പ് ചെയ്യാൻ ആ ബോള് അത് പാസ് ചെയ്ത് വാങ്ങുകയാണ്. ഇസുക്കി തബീത്തോടെ ട്രാപ്പിൽ നിന്ന് അവനെ തട്ടി മാറ്റി അവിടുന്ന് മുൻപിലേക്ക് കുതിക്കും. ഹീറോ ആണെങ്കിൽ ഇപ്പൊ ആ ബോള് അത് കറക്റ്റായിട്ട് അവന്റെ കാലിൽ കളക്ട് ചെയ്ത് മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. മുടിയനും ബാക്കിയുള്ള ഓപ്പണൻസ് ഒക്കെ അവന്റെ മുൻപിൽ അണിനിരന്ന് കഴിഞ്ഞു. സോ ഇനി കൃത്യമായിട്ട് റിന്നിനൊരു പാസ്, റിന്നിന് അത് ഇട്ട് കൊടുത്താൽ മാത്രമേ അവന് ഗോൾ അടിക്കാൻ കഴിയുള്ളൂ എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവും. അവന്റെ തൊട്ട് പിന്നാലെ ആ ഓപ്പണന്റ് ടീം മെമ്പർ ഉണ്ട്. സോ എന്ത് ചെയ്യും എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും മുടിയൻ ഹീറോയുടെ പേര് വിളിച്ച് ഇപ്പൊ ഗോൾ പോസ്റ്റിന്റെ തൊട്ടരികിലേക്ക് വരിക. ഹീറോ ആണെങ്കിൽ ഒരു അല്പനേരം ആലോചിക്കും. ആ ഒരു ബോള് അത് അവന് പാസ് ചെയ്ത് കൊടുത്ത് തിരികെ അപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് തന്നെ പാസ് ചെയ്ത് മേടിച്ച് ഗോൾ അടിക്കാം എന്ന് കരുതി ആ ബോൾ അവൻ പാസ് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും അവിടെ ഒരു വമ്പ ട്വിസ്റ്റ് ഉണ്ടാവുക. അവൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ആ ബോള് ഗോൾ പോസ്റ്റിലേക്ക് അടിച്ച് തെറിപ്പിക്കും. മൂന്നാമത്തെ ഗോള് അത് തന്റേതാവണമെന്ന് ഹീറോ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവനുമായിട്ട് ഒരു വലിയ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് ഗോൾ അടിക്കാനായിട്ട് ഇത്രയധികം കഷ്ടപ്പെട്ട ഹീറോയ്ക്ക് അതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു. അനാസി ആണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് ഓടി വരും. വാവ്, നീ നന്നായിട്ട് പാസ് ചെയ്ത് കൊണ്ടുപോയി. നീ നല്ല രീതിയിൽ കളിച്ചതുകൊണ്ടാണ് അവനെ കൊണ്ട് ഒരു ഗോൾ അടിക്കാൻ സാധിച്ചത്. ആക്ച്വലി റിന്നും മുടിയനും രണ്ടുപേരും നല്ല പ്ലെയേഴ്സാണ്. പക്ഷെ അവർക്ക് പരസ്പരം ഒരു കോർഡിനേഷൻ ഇല്ല. അവർ രണ്ടുപേരും ഒരു കോർ പ്ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഗോൾ അടിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ഇപ്പോൾ അവരുടെ തലയിലില്ല. ഗെയിം ആണെങ്കിൽ വീണ്ടും റീസ്റ്റാർട്ട് ആവും. തബീത്തോയ്ക്കാണെങ്കിൽ ഇത്തവണ ഹീറോയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കി അവനും ഇനി എനിക്ക് വലിയൊരു തലവേദന ആയിരിക്കുന്നു മനസ്സിലാക്കിയ തബീത്തോ ഇപ്പൊ ഗോളുമായിട്ട് ചേറിപ്പായാണ്. ഹീറോ അവന്റെ തൊട്ടടുത്തെത്തി അത് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും റിൻ ഹീറോയെ തട്ടിമാറ്റി ആ ബോള് അത് കരസ്ഥമാക്കാൻ നോക്കുകയാണ്. റിന്നാണെങ്കിൽ അവന്റെ കൈ വെച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് തബീത്തോ റിന്നിന്റെ കൈ തട്ടി മാറ്റി ബോള് പാസ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ചെക്കന്റെ ഒരു കിക്ക്. അവനിപ്പോ തബീത്തോടെ കയ്യിലുണ്ടായിരുന്ന ആ ബോൾ തട്ടിത്തെറിപ്പിച്ച് ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി പാഞ്ഞടുക്കുകയാണ്. അത് കണ്ട ഹീറോയും നനാസിയും അവർ രണ്ടുപേരും ഹീറോയ്ക്ക് സപ്പോർട്ടായി മുൻപോട്ടേക്ക് ഓടി വരും. ഹീറോ അവർക്ക് ബോൾ പാസ് ചെയ്യും. അവർ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ബോൾ പാസ് ചെയ്ത് പോസ്റ്റിന്റെ അടുത്തേക്ക് വരും. ഉടനെ ഹീറോയെ ബ്ലോക്ക് ചെയ്യാൻ ആ മുടിയൻ അവൻ ഓടി അടുക്കുന്ന കണ്ട ഹീറോ അവൻ ആ ബോളുമായി അവന്റെ മുൻപിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്യാപ്പിലൂടെ പോസ്റ്റിന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ പഴയതുപോലെ അവന്റെ ബോഡി അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഗ്യാപ്പിൽ തബീത്തോ ആണെങ്കിൽ ബോൾ തട്ടിയെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും തബീത്തോയെ തള്ളി മാറ്റി റിൻ അതൊരു ഗോളാക്കി മാറ്റും. തബീത്തോ ആണെങ്കിൽ ഇപ്പൊ വണ്ടർ അടിച്ച് ഹീറോയെ നോക്കും. അവന്റെ റിയൽ പവർ പുറത്തേക്ക് വന്നപ്പോ അവരുടെ ടീമിന്റെ ടോട്ടൽ സ്ട്രെങ്ത് അത് മാറിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമം. കാരണം കോർ പ്ലെയേഴ്സ് ഇല്ലാതെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യം അതിപ്പോ ഹീറോയെ വേട്ടയാടുകയാണ്. കാരണം ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ഹീറോയെ കൊണ്ട് ഇതുവരെ ഒരു ഗോള് പോലും അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹീറോയുടെ അവസ്ഥ അത് ഹീറോയ്ക്ക് നന്നായിട്ട് മനസ്സിലാവും. ഹീറോ ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കുകയാണ്. ആക്ച്വലി നിനക്ക് ഇത്രയും സ്കില്ലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ കറക്റ്റായിട്ട് പാസ് ചെയ്തുകൊണ്ടാണ് അവന് ഗോൾ അടിക്കാൻ പറ്റിയത്. അതിന് ഹീറോ ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്റെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ. മനസ്സിനൊത്ത് എന്റെ ബോഡി അത് ചലിക്കുന്നില്ല. ഒരു ഗോള്
അത് ജസ്റ്റ് മിസ്സിനാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാനത് ഗോൾ പോസ്റ്റിന്റെ അടുത്ത് വരെ കൊണ്ടുവന്നത്. ഹേവരി അവന്റെ കൈ പിടിച്ച് പറയും, നിന്റെ കാൽക്കുലേഷൻ അത് കറക്റ്റ് ആയിരുന്നു. പക്ഷേ നീ നിന്റെ കാൽക്കുലേഷൻസിന് ശേഷം നിന്റെ ബോഡിയെ ചലിപ്പിച്ച റിസൾട്ട് ഉണ്ടാവില്ല. റിഫ്ലക്ഷനായിട്ട് കാൽക്കുലേഷൻ നടക്കുമ്പോൾ തന്നെ നീ നിന്റെ ബോഡി അതിനെ ചലിപ്പിക്കണം. ആക്ഷൻ അത് ഓൺ ദ സ്പോട്ട് ആണെങ്കിൽ നിനക്ക് നിന്റെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്കും അവന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുകയാണ്. വിസിലാണെങ്കിൽ വലിയ ഒച്ചയിൽ മുഴങ്ങും. കളി വീണ്ടും ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഒരേ ഒരു ഗോള് ആര് കറക്റ്റായിട്ട് അടിക്കുന്നോ ആ ടീമായിരിക്കും ജയിക്കുക. ആ ഓപ്പണന്റ് ടീംസ് ആണെങ്കിൽ ഇപ്പൊ ബോള് അതങ്ങനെ പാസ് ചെയ്ത് കൊണ്ടുപോകും. ടബീത്തോ ആണെങ്കിൽ ആ ബോള് അത് ചെമ്പമുടിയുടെ നേരെ അങ്ങനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അത് അവസാനത്തെ ഗോളാണെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുടിയൻ അവനിപ്പോ ആ ഗോള് അത് നിലം പതിക്കാതെ അങ്ങനെ ബ്ലോക്ക് ചെയ്യാണ്. സെക്കൻഡ് ബോൾ ആണെങ്കിൽ ഇപ്പൊ നനാസ്കയുടെ കയ്യിൽ കറക്റ്റായിട്ട് കിട്ടുകയാണ്. അവനാണെങ്കിൽ അത് ഹീറോയ്ക്ക് പാസ് ചെയ്യും. ഹീറോയ്ക്ക് അറിയാം ഇതവന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. പക്ഷേ ഹീറോ ക്രിയേറ്റ് ചെയ്ത അവനോട് പറഞ്ഞ ആ ഒരു റിഫ്ലക്സ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ല. എന്റെ മുൻപിൽ വേറെ വഴിയില്ല. ഞാൻ എൻ്റെ യഥാർത്ഥ പവർ അതിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പിന്നീട് ഒരു വേസ്റ്റ് കളിക്കാരനായി മാറും. എനിക്ക് പിന്നീട് ഒരു നല്ല കരിയർ പോലും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കി അവൻ മുൻപോട്ട് ആ ബോളുമായിട്ട് കുതിക്കുകയാണ്. ഹീറോ ഞൊടിയിടയിൽ ആ ബോള് ഹീറോയ്ക്ക് പാസ് ചെയ്യും. ഹീറോയ്ക്ക് അറിയാം അവൻ ആ ഗ്രൗണ്ട് അത് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയാണ് ഗെയിം കളിക്കുന്നതെന്ന്. അവന്റെ പ്രധാന പവറും അത് തന്നെയാണ്. ഇവിടെ തബീത്തോ ആണെങ്കിൽ ഹീവരിയെ ബ്ലോക്ക് ചെയ്യാണ്. റിന്നാണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ അവന് പാസ് തരാൻ ഹീവരിയോട് പറയും. പക്ഷെ ഹീവരിക്ക് ഹീറോയുടെ മനസ്സ് നന്നായിട്ട് അറിയാം. സോ ഒന്നും ആലോചിക്കാതെ ആ ബോള് ഹീറോയ്ക്ക് നേരെ അവൻ തട്ടിത്തെറിപ്പിക്കും. ഹീറോ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് ഇപ്പൊ വീണ്ടും ഹീവരിക്ക് പാസ് ചെയ്യാണ്. അതിനുശേഷം ടോസ് വാങ്ങാനായിട്ട് എല്ലാവരും ഇപ്പൊ കട്ടയ്ക്ക് മുൻപോട്ടേക്ക് ചാടി ഓടുകയാണ്. ഇവരെ ഡോമിനേറ്റ് ചെയ്ത് മുൻപിലേക്ക് കയറിയാൽ മാത്രമേ ഇപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റൂ. അവരുടെ ബ്ലൈൻഡ് സ്പോട്ടിലൂടെ വേണം ഞാൻ മുൻപോട്ടേക്ക് പോകാനെന്ന് അവനിപ്പോ കാര്യമായിട്ട് ചിന്തിക്കും. പെണ്ണിന്റെയും മുടിയന്റെയും ഇടയിലൂടെ കയറാനായിട്ട് ഇപ്പോഴത്തെ അവന്റെ ഫിസിക്ക് വെച്ച് ഹീറോയ്ക്ക് ആവില്ല. റിന്നും മുടിയനും അവർ രണ്ടുപേരും അങ്ങനെ ക്രോസ് വന്ന് ആ ബോൾ ഒരു ഗോളാക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഹീറോ അവന്റെ റിഫ്ലക്സ് അത് എനേബിൾ ചെയ്ത് ഇപ്പോ അവരെ രണ്ടുപേരെയും തട്ടി മാറ്റി അതൊരു ഗോളാക്കുകയാണ്. കണ്ടു നിന്ന എല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. ഹീറോയുടെ ഭാഗത്ത് നിന്ന് അത്രയും വലിയൊരു മൂവ്മെന്റ് അതാരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. മാത്രമല്ല അവസാനത്തെ നിർണായക 5ാമത്തെ ഗോൾ കൊണ്ട് നമ്മുടെ ഹീറോ ഇപ്പൊ ടീമിനെ വിജയിപ്പിച്ചു. അനാസയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഓടി വന്ന് ഹീറോയുടെ മുതുകിൽ ചാടി കയറുകയാണ്. വാവ്, നിന്നെ കൊണ്ട് എങ്ങനെ ഇത് സാധിച്ചു? അതിന് ഹീറോ, ഞാൻ ഹീവരി പറഞ്ഞതുപോലെ എന്റെ റിഫ്ലക്സ് പവർ അത് ഉപയോഗിച്ചു. ഇത് കറക്റ്റായിട്ട് വർക്കൗട്ടായി ആ ഗോള് അത് ആ പോസ്റ്റിൽ വീണു. മുടിയനാണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ ഹീറോയെ കൺഗ്രാചുലേറ്റ് ചെയ്യും. പക്ഷെ റിന്നാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, എനിക്ക് ഗോൾ അടിക്കാനുള്ള അവസരമാണ് നീ തട്ടിയെടുത്തത്. സോ ഇതിന് ഞാൻ നിന്നോട് പകരം വീട്ടുമെന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. ഹീറോ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല. അവൻ വമ്പൻ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. കാരണം വലിയൊരു സ്വപ്നമായിരുന്നു ഈ ഒരു ഗോള്. അവരുടെ ഈ കളിയൊക്കെ കണ്ട് ഈഗോ അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൽ ഇംപ്രസ്ഡ് ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.